നീ ഇപ്പോഴാണോ എണീറ്റ് വരുന്നത്? ആ അതെ. ഇതൊരു നല്ല ശീലമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? ആ വയ്യാത്ത അമ്മേനെ നിനക്ക് ഇങ്ങനെ കഷ്ടപ്പെടുത്തണോ? അതിന് അമ്മയ്ക്ക് എന്തു പറ്റി? ആ, അത് കൊള്ളാം. ഞാൻ ഉദ്ദേശിച്ചതേ, നീ ഉള്ളപ്പം അമ്മ അടുക്കളയിൽ കയറി പണിയെടുക്കേണ്ട ആവശ്യമുണ്ടോന്നാ. നിനക്ക് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് ഈ കാപ്പിയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചൂടെ? അമ്മേനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണോ അത് ഈ തണുപ്പത്ത്? ഇതൊക്കെ രാഹുലേട്ടന്റെ വീട്ടിലായിരുന്നെങ്കിൽ കാണായിരുന്നു പുകില്. ഇതിപ്പോ എന്റെ അമ്മ ആരോടും ഒന്നും പറയാത്തൊരു പഞ്ചപാവമായി പോയി. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. രണ്ടുപേരും കൂടി എന്തോ ഒരു കശപിശ. മോൾ എണീറ്റോ? വന്ന് കാപ്പി കുടിക്കുക. അമ്മ മോൾക്ക് ഇഷ്ടപ്പെട്ട പുട്ടും കടലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവനെ കൂടി വിളിച്ചോ. ശരി അമ്മേ. ഓ, അമ്മയ്ക്ക് അവളോടുള്ള സ്നേഹം കണ്ടില്ലേ? എന്നെ അമ്മ ഇതേപോലെ ഒന്നും സ്നേഹിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ മരുമോള് വന്നപ്പോ സ്വന്തം മോളെ വേണ്ട. അമ്മ എന്തിനാ അവളോട് ഇത്ര സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുന്നേ? എന്നോട് സംസാരിക്കുമ്പോ ഇത്ര മയമൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. ആ, അത് നിന്റെ കയ്യിലിരിപ്പിന്റെയാ. പിന്നെ എനിക്ക് എല്ലാവരോടും ഒരേപോലെ സ്നേഹം. എനിക്ക് ആരോടും സ്നേഹക്കുറവൊന്നുമില്ല. നിനക്കിതൊക്കെ വെറുതെ തോന്നുന്നതാ. നീ രാവിലെ ചുമ്മാ ഇരുന്ന് ഓരോന്ന് ചിന്തിക്കാതെ വന്ന് കാപ്പി കുടിച്ചേ. ഓ, പുട്ടുംകടലല്ലേ അമ്മയുടെ മരുമോൾക്ക് ഇഷ്ടം. അവൾക്ക് ഇഷ്ടമുള്ളല്ലേ അമ്മ ഇന്ന് ഉണ്ടാക്കിയത്. എനിക്ക് ദോശ ഇഷ്ടമാണെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ? അപ്പൊ അമ്മ എന്ത് ദോശ ഉണ്ടാക്കാതെ അവൾക്ക് ഇഷ്ടപ്പെട്ട പുട്ടും കടലും ഉണ്ടാക്കിയത്? ഞാനാകെ വല്ലപ്പോഴും 2 ദിവസമാണ് ഇവിടെ നിന്ന് നിൽക്കാൻ വരുന്നത്. അപ്പോഴെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കിക്കൂടെ? ഇതിപ്പോ നീ 2 ദിവസം ഇവിടെ കാണുമല്ലോ. ഞാൻ ഉണ്ടാക്കി തരാം. ഇവിടെ ഇന്നലെ ദോശയായിരുന്നു. അപ്പൊ ഇന്നും ദോശ ഉണ്ടാക്കാൻ പറ്റുമോ? ഓ, ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും അമ്മ ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല. സ്നേഹമൊക്കെ കുറഞ്ഞു. അമ്മേ, ദേ അവര് വന്നു. നീ അങ്ങോട്ട് ചെന്ന് അവരോട് പോയിരുന്ന് കാപ്പി കുടിച്ചേ.